we were discussing about the types of ARM. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റെക്ടൽ അട്രീഷ്യ. റെക്ടൽ അട്രീഷ്യയിൽ there would be normal anus, normal anal canal, while the rectal pouch that ends blindly. സോ ഇവിടെ റെക്റ്റത്തിനാണ് അട്രീഷ്യ ഉണ്ടാവുന്നത്. എയ്നസും അതുപോലെ തന്നെ എയ്നൽ പൗച്ച് നോർമൽ ആയിരിക്കും. പക്ഷേ റെക്ടൽ പൗച്ച് അത് ബ്ലൈൻഡ് ആയിട്ടായിരിക്കും എൻഡ് ചെയ്യുക. അതായത് അതിന് പ്രോപ്പറായിട്ട് ഓപ്പണിംഗ് ഉണ്ടാവണം എന്നില്ല. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ARM. ARMത്തിനെ ബേസിക്കലി 3 ടൈപ്പായിട്ട് പറയാം, വിച്ച് ഇസ് ലോ, ഹൈ ആൻഡ് ഇൻ്റർമീഡിയറ്റ്. ലോ എന്ന് പറയുമ്പോൾ there is the malformation that is located below the translevator ani muscle. High എന്ന് പറയുമ്പോൾ above the translevator ani muscle. Intermediate എന്ന് പറയുമ്പോൾ at the level of the translevator ani muscle. ഇനി നമ്മളുടെ ടൈപ്സിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വിൽ സീ ദ ഫിഗേഴ്സ്. The first is congenital anal stenosis. Anal stenosis എന്ന് പറയുമ്പോൾ anal canalil there would be a structure. ഒന്നെങ്കിൽ ഇത് ഏനസിൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഇത് 1 to 4 centimeter above the anus ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് മേ ഇൻവോൾവ് ദ എൻറ്റയർ anal canal. ഇനി അടുത്തതാണ് anal membrane atresia. Anal membrane atresia-യിൽ there would be a persistent anal membrane. സോ നോർമലി ഈ ഒരു ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് anal membrane ഉണ്ടായെന്ന് വരാം. ബട്ട് ഫൈനലി ദിസ് മെംബ്രെയിൻ ഷുഡ് ഓപ്പൺ ഇൻ ടു ദ anal canal, അല്ലെങ്കിൽ റെക്റ്റത്തിലേക്ക് അത് ഓപ്പൺ ചെയ്യണം. അതിന് പകരം there would be a persistent anal membrane. അപ്പോൾ എന്താ പറ്റുക? the fecal matter would be collected above the anal membrane and it can be seen on a rectal examination. ഇനി അടുത്തതാണ് anal agenesis. Anal agenesis എന്ന് പറയുമ്പോൾ agenesis it is not formed. So anus is not formed. അതുകൊണ്ട് തന്നെ there would be a dimple in the rectal perineal region. So perineal regionത്തിൽ anal opening ഉണ്ടാവില്ല, അതിന് പകരം ഒരു ചെറിയ ഡിംപിൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക. So that was about rectal atresia. Now anal agenesis എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. There is a small dimple in the perineal region and the rectum is not properly formed. Anal agenesis എന്ന് പറയുമ്പോൾ rectum പ്രോപ്പർ ആയിരിക്കും, rectal pouch പ്രോപ്പർ ആയിരിക്കും, പക്ഷേ anal pouch there would be atresia. The other types are rectoperitoneal fistula, where there is a abnormal connection between the peritoneal region as well as the rectum. There can be a rectovaginal fistula, where there is an abnormal connection between the rectum and the vagina. So these are the different types of ARM. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ലോങ് എസ്സേ ആയിരുന്നു ARM. ഇതിൻ്റെ അകത്ത് ടൈപ്സ് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ പ്ലീസ് ടേക്ക് ഇറ്റ് സീരിയസ്ലി ആൻഡ് ലേൺ. ഇനി നമ്മൾ ടൈപ്സ് പറയുമ്പോൾ ദർ ഇസ് വൺ മോർ തിങ് ടു ലേൺ, വിച്ച് ഇസ് നോൺ ആസ് വിങ് സ്പ്രെഡ് ക്ലാസിഫിക്കേഷൻ. സോ വിങ് സ്പ്രെഡ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് മെയിലിലും ഫീമെയിലും ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസ്റ്റുല അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ലെറ്റ് സീ അബൌട്ട് ദ ഹൈ ടൈപ്പ് ഓർ സുപ്രാലിവേറ്റർ abnormalities. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ ദ ലീഷൻ വുഡ് ബി ലൊക്കേറ്റഡ് above the translevator ani muscle. ഫീമെയിൽസിൽ കാണുന്ന ഹൈ ടൈപ്പ് ARM ആണ് anorectal agenesis with rectovaginal fistula or anorectal agenesis without rectovaginal fistula as well as rectal atresia. ഇനി മെയിൽസിൽ കാണുന്ന ഹൈ ടൈപ്പ് ലീഷൻസ് ആണ് anorectal agenesis with rectoprostatic urethral fistula or an anorectal agenesis without fistula as well as rectal atresia. സോ ഹൈ ടൈപ്സ് രണ്ട് പേരിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആ ഫിസ്റ്റുലയിൽ മാത്രമാണ് മാറ്റം വരിക. സോ ഹൈ ടൈപ്പ് ആണ് anorectal agenesis with rectovaginal fistula or without rectovaginal fistula
in females, anorectal agenesis with rectoprostatic urethral fistula or without fistula in males, and rectal atresia in both males and females. Coming to the intermediate type, ഫീമെയിൽസിൽ കാണുന്ന ഇൻ്റർമീഡിയറ്റ് ടൈപ്സ് ആണ് റെക്ടോ വെസ്റ്റിബുലാർ ഫിസ്റ്റുല, റെക്ടോ വജൈനൽ ഫിസ്റ്റുല, എയ്നൽ അജനസിസ് വിത്തൗട്ട് ഫിസ്റ്റുല. അതേസമയം മെയിൽസിൽ രണ്ടെണ്ണേ ഉള്ളൂ, വിച്ച് ഇസ് റെക്ടോ ബർബാർ യൂറിത്രൽ ഫിസ്റ്റുല, എയ്നൽ അജനസിസ് വിത്തൗട്ട് ഫിസ്റ്റുല. സോ ഇൻ്റർമീഡിയറ്റിൽ ഫീമെയിൽസിൽ മൂന്നെണ്ണം ഉണ്ട്, റെക്ടോ വെസ്റ്റിബുലാർ ഫിസ്റ്റുല, റെക്ടോ വജൈനൽ ഫിസ്റ്റുല, എയ്നൽ അജനസിസ് വിത്തൗട്ട് ഫിസ്റ്റുല. മെയിൽസിൽ രണ്ടെണ്ണേ ഉള്ളൂ, വിച്ച് ഇസ് റെക്ടോ ബൾബാർ യൂറിത്രൽ ഫിസ്റ്റുല, എയ്നൽ അജനസിസ് വിത്തൗട്ട് ഫിസ്റ്റുല. And the last type, which is low type or translevated type, ഫീമെയിൽസിൽ ഉണ്ടാവുന്നതാണ് ഏനോ വെസ്റ്റിബുലാർ ഫിസ്റ്റുല, ഏനോ ക്യൂട്ടേനിയസ് ഫിസ്റ്റുല, ഏനൽ സ്റ്റീനോസിസ്. മെയിൽസിൽ രണ്ടെണ്ണേ ഉള്ളൂ, വിച്ച് ഇസ് ഏനോ ക്യൂട്ടേനിയസ് ഫിസ്റ്റുല ആൻഡ് ഏനൽ സ്റ്റീനോസിസ്. So this is about the wing spread classification of ARM. So types ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു 6 ടൈപ്സും പിന്നെ ഈ ഒരു 3 ക്ലാസിഫിക്കേഷൻ, ഹൈ എന്താണ്, ലോ എന്താണ്, ഇൻ്റർമീഡിയറ്റ് എന്താണ്, വിങ് സ്പ്രെഡ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഹൈയിലും ലോയിലും ഇൻ്റർമീഡിയറ്റിലും ഏതൊക്കെ ടൈപ്സ് ആണ് മെയിൽസിലും ഫീമെയിൽസിലും വരുന്നത്. സോ ഇത്രയും സാധനങ്ങളാണ് ടൈപ്സ് ചോദിക്കുമ്പോൾ എഴുതുന്നത്. പല കുട്ടികളും ഈ ഒരു പേരുകളൊക്കെ കാണുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ പ്ലീസ് ഡോണ്ട് ട്രൈ ടു സ്കിപ്പ്. ലോങ് എസ്സി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ യു ലൂസ് അബൌട്ട് 17 മാർക്സ് ദെയർ. So coming to the incidence of ARM, ARM occurs in about 1 in 5,000 live births, and it is very common in about 60 to 65% in males. ഈ 60 to 65%-ൽ 2/3 of the males they have high lesions, while 2/3 of the females they have low lesions. ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ക്യാൻ ബി പ്രിവിലൻറ്റ് ഇൻ ഫാമിലീസ്. സോ ഇൻസിഡൻസ് ഓവറോൾ ഇൻസിഡൻസ് ഇസ് അബൌട്ട് 1 in 5,000 ലൈവ് ബർത്ത്. മെയിൽസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മെയിൽസിൽ കോമൺ ആയിട്ട് ഹൈ ലീഷൻസ് ആണ് കാണുന്നത്, while in females it is low lesions. It may be prevalent in the family because this is an autosomal recessive disorder. There can be some associated malformations. ഈ associated malformations, they are more common in high type. So incidence is about 75% in high type and 40 to 45% in low anomalies. അതിൽ തന്നെ genitourinary anomalies, they are the most commonest type, followed by vertebral, cardiac and intestinal anomalies. സോ ARMത്തിൻ്റെ ഒപ്പം തന്നെ വേറെ അസോസിയേറ്റഡ് അനോമലീസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഏറ്റവും കൂടുതൽ അനോമലീസ് ഉണ്ടാവുന്നത് ഹൈ ടൈപ്പിൻ്റെ ഒപ്പമാണ്. സോ ദ ഇൻസിഡൻസ് ഇസ് അബൌട്ട് 75% വിത്ത് ഹൈ ടൈപ്പ്, വൈൽ 40 to 45% ഇൻ ലോ ടൈപ്പ്. ഉണ്ടാവുന്ന അനോമലീസിൽ ഏറ്റവും കോമൺ ജെനിറ്റോയൂറിനറി അനോമലീസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന അസോസിയേറ്റഡ് അനോമലീസ് ആണ് vertebral anomalies, cardiac anomalies and intestinal anomalies. So coming to the diagnosis and examination. In the diagnosis, you have to take a detailed history collection. In the history, you will have to ask about the family, any inheritance pattern in the family, and about the antenatal period. ആൻറ്റിനേറ്റൽ പീരിയഡിൽ USGയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കാണിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണം. ആൻഡ് യു ഹാവ് ടു ഡു എ ന്യൂ ബോൺ എക്സാമിനേഷൻ. സോ ന്യൂ ബോൺ എക്സാമിനേഷനിൽ എയ്നൽ ഓപ്പണിംഗ് നമ്മൾ എക്സാമിൻ ചെയ്യണം. എക്സാമിൻ ചെയ്യുമ്പോൾ എയ്നൽ ഓപ്പണിംഗ് ഉണ്ടോ, റെക്റ്റത്തിൻ്റെ അവിടെ ഇൻപെർഫറേറ്റ് എയ്നസ് ആണോ, എയ്നൽ ഓപ്പണിംഗ് ആബ്സെൻ്റ് ആണോ, ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ട് വരും. So in the diagnosis, you have to collect a detailed history and a routine newborn examination.